ഹായ് ഹലോ നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് രണ്ട് മൈക്കിനെ കുറിച്ച് പറയാനായിട്ടാണ് വന്നത്. കാരണം നമ്മൾ എത്രയൊക്കെ ഭംഗിയിൽ വീഡിയോ ചെയ്താലും എത്രയൊക്കെ നല്ല രീതിക്ക് എഫക്റ്റുകൾ വീഡിയോയിൽ കൊടുത്താലും നമ്മൾ പറയുന്ന ഓഡിയോ ക്ലിയർ അല്ല എന്നുണ്ടെങ്കിൽ പിന്നെ ആ ഒരു വീഡിയോ ആരും തന്നെ കാണില്ല. എൻ്റെ എല്ലാ വീഡിയോയുടെയും ഏറ്റവും വലിയൊരു നെഗറ്റീവായിട്ട് ഞാൻ കാണുന്നതും ഇതിൻ്റെ ഓഡിയോ സൈഡ് തന്നെയാണ്. കാരണം എനിക്ക് കുറച്ചും കൂടി ബെറ്റർ ആക്കണം എന്ന് നല്ല ആഗ്രഹമുണ്ട്. ഞാൻ വീഡിയോസ് എല്ലാം എഡിറ്റ് ചെയ്യുന്നത് VN എന്ന് പറയുന്ന ആപ്ലിക്കേഷനാണ്. ഞാൻ ഇതിന് മുന്നും പറഞ്ഞിട്ടുണ്ട്. സോ ഓഡിയോയുടെ ഒരു ഓപ്ഷൻ അല്ലെങ്കിൽ ഓഡിയോ ഒന്ന് മോഡിഫൈ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ആ ഒരു ആപ്ലിക്കേഷനിൽ ഇല്ല. സോ ഞാൻ മറ്റൊരു കാര്യങ്ങളും ഈ ഓഡിയോയുടെ സൈഡിൽ ചെയ്യാറില്ല. അതിൻ്റെ ആ ഒരു ഡെപ്ത് കുറയ്ക്കാനോ കൂട്ടാനോ എൻഹാൻസ് ചെയ്യാനോ ഒന്നിനും നിൽക്കാറില്ല. ഡയറക്റ്റ് എങ്ങനെയാണോ റെക്കോർഡ് ചെയ്യുന്നത് അത് അങ്ങനെ തന്നെ അങ്ങ് കയറ്റി വിടുകയാണ് ചെയ്യാറ്. എനിവേ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ രണ്ട് മൈക്കുകളെ കുറിച്ചാണ് പറയുന്നത്. ഒന്ന് ഈ മൈക്ക് ഓഡിയോ അറേ AM-C6 എന്ന് പറയുന്ന ഈ ഒരു സ്റ്റുഡിയോ ടൈപ്പ് മൈക്ക്. അതുകൂടാതെ ബോയയുടെ XM6S1 എന്ന് പറയുന്ന മറ്റൊരു വയർലെസ് മൈക്ക്. രണ്ടും രണ്ട് കാറ്റഗറിയാണ്. നമുക്ക് ആദ്യം ഈ ഒരു സ്റ്റുഡിയോ മൈക്കിന്റെ പുതിയതിൽ നിന്ന് തന്നെ നമുക്ക് ആദ്യം തുടങ്ങാം. നമുക്ക് ആദ്യം ബോക്സിന്റെ ഉള്ളിൽ എന്തൊക്കെ ഉണ്ട് എന്ന് നോക്കിയിട്ട് വരാം. വളരെ മിനിമം സാധനങ്ങൾ തന്നെ വരുന്നുള്ളൂ. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ആദ്യം ഒരു മെറ്റൽ പോപ്പപ്പ് ഫിൽറ്റർ വരുന്നുണ്ട്. നമ്മുടെ ആ ഒരു സൗണ്ടിൻ്റെ ഡെപ്ത് ഒന്ന് കുറയ്ക്കാനായിട്ട് 2-in-1 USB കേബിൾ വരുന്നുണ്ട്, ഷോക്ക് മൗണ്ട് വരുന്നുണ്ട്, ട്രൈപോഡ് സ്റ്റാൻഡ് വരുന്നുണ്ട്. ഇത്രയും ഈ 4 കാര്യങ്ങളാണ് നമുക്കിതിൻ്റെ ഉള്ളിൽ വരുന്നത്. പിന്നെ ഓഫ് കോഴ്സ് നമ്മളുടെ ഈ ഒരു മൈക്കും വരുന്നുണ്ട്. ഇതിൻ്റെ ഒരു ഓവറോൾ മറ്റ് മെനു കാര്യങ്ങളിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ വോളിയം കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. വോളിയം കൂട്ടാനും കുറയ്ക്കാനും, അതായത് നമ്മൾ എത്രത്തോളം ലൗഡായിട്ട് വോളിയം റെക്കോർഡ് ചെയ്യണം വേണ്ട എന്നുള്ള കാര്യങ്ങളെല്ലാം ഡിസൈഡ് ചെയ്യുന്നത് അത് വെച്ചുകൊണ്ട് നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. അതുകൂടാതെ മ്യൂട്ട് അൺമ്യൂട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഈ നമ്മളിവിടെ കാണുന്നുണ്ട്, നിങ്ങൾക്ക് ഇവിടെ കാണാം, കണ്ടോ ഓക്കെ. ഈ നീല കളറാണ് എന്നുണ്ടെങ്കിൽ മാത്രമാണ് ഇവിടെ ഓഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. റെഡ് ആണെങ്കിൽ അതിനർത്ഥം അത് മ്യൂട്ടാണ്. ഞാൻ പറയുന്ന ഒന്നും റെക്കോർഡ് ആവില്ല. സോ ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. അതുകൂടാതെ നമുക്ക് റിയൽ ടൈം ലേറ്റൻസിയുടെ ഇഷ്യൂ കാര്യങ്ങളെല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ റിയൽ ടൈം ആയിട്ട് നമുക്കത് കേൾക്കാനായിട്ടുള്ള 3.5mm ഓഡിയോ ജാക്ക് വരുന്നുണ്ട്. പിന്നെ USB Type C വരുന്നുണ്ട്. ഇത് ചാർജ് ചെയ്ത് അങ്ങനെ ഉപയോഗിക്കേണ്ടതല്ല. ഡയറക്റ്റ് പവറിൽ നമ്മളുടെ ക്യാമറയിലോ അല്ലെങ്കിൽ സ്മാർട്ട് ഫോണിലോ ഒക്കെ ഡയറക്റ്റ് കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. നമുക്കിവിടെ വരുന്നത് 2-in-1 USB കേബിളാണ്. അതുകൊണ്ട് തന്നെ USB A ടൈപ്പ് ആണെന്നുണ്ടെങ്കിലും C ടൈപ്പ് ആണെങ്കിലും എല്ലായിടത്തും യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഞാനിവിടെ ചെയ്യുന്നത് ഇപ്പോൾ എൻ്റെ സ്മാർട്ട് ഫോണിൽ നോർമൽ ഈ നമ്മളുടെ IQ ഫോണിൽ വരുന്ന ഡയറക്റ്റ് അതിൻ്റെ ഉള്ളിൽ വരുന്ന ഇൻബിൽട്ട് വോയിസ് റെക്കോർഡർ ഉണ്ടല്ലോ, ആ ഒരു റെക്കോർഡറിലോട്ട് ഡയറക്റ്റ് ഈ ഒരു വോയിസ് ഞാൻ റെക്കോർഡ് ചെയ്യാണ്. എന്നിട്ട് അത് ഈ ഒരു വീഡിയോ ആയിട്ട് ബ്ലെൻഡ് ചെയ്യുന്നതാണ്. സോ അതല്ലാതെ ഒരു തരത്തിലുള്ള മോഡിഫിക്കേഷനും ഞാൻ ചെയ്യുന്നില്ല. ഇതാണ് ഇതിൻ്റെ ഒരു ഓഡിയോ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. എനിവേ, എങ്ങനെയുണ്ട് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണ് എന്നുള്ളത് ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ, കാരണം ഇതിൻ്റെ ഒരു പ്രൈസ് വരുന്നത് 2500 2000 ആ ഒരു പ്രൈസ് റേഞ്ചിലാണ് ഇതിൻ്റെ ഒരു പ്രൈസ് വരുന്നത്. ആമസോണിൻ്റെ വെബ്സൈറ്റ് ഇവിടെ കാണാം. ഏകദേശം 15ഓളം ഇതേ ലെവലിലുള്ള സ്റ്റുഡിയോ മൈക്കുകൾ ഇവിടെ കാണുന്നുണ്ട്. സോ അതിൽ നിന്നൊരു നല്ല ക്വാളിറ്റിയുള്ള മൈക്ക് കണ്ടെത്തുക എന്ന് പറയുന്നതാണ് ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യം. സോ നമുക്ക് എല്ലാതും വാങ്ങി ട്രൈ ചെയ്യാനൊന്നും സാധിക്കില്ലല്ലോ. അപ്പോൾ വാങ്ങിയത് എന്താണ്, അതിൻ്റെ ഒരു ഔട്ട്പുട്ട് ഞാനിവിടെ ഷെയർ ചെയ്യുന്നു മാത്രം. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പർച്ചേസ് ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ വാങ്ങാം. ഓക്കെ. ഇനി ഇത് കൂടാതെ ഇത് നമുക്കിവിടെ വരുന്നത് ഈ ഒരു ട്രൈപോഡാണ് വരുന്നത്. ഇത് കൂടാതെ ഇതിൻ്റെ വേറൊരു മോഡലും കൂടി വരുന്നുണ്ട്. സോ നമ്മളുടെ ടേബിളിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും നമുക്കത് മൗൾഡ് ചെയ്ത് വെക്കണം എന്നുണ്ടെങ്കിൽ ആ ഒരു വെക്കാനായിട്ട് സാധിക്കും. സോ എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. ഈ ഒരു ടേബിൾ സെറ്റപ്പ് മതി എന്നുള്ളത് കൊണ്ടും എത്രത്തോളം ഞാനത് യൂട്ടിലൈസ് ചെയ്യുമെന്നുള്ളത് അറിയില്ലല്ലോ. ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ വാങ്ങിയതാണ്. അതുകൊണ്ടാണ് ഈ ഒരു ട്രൈപോഡ് മോഡൽ വാങ്ങിയതെന്ന് മാത്രം. സോ നമുക്ക് ഓഡിയോ നന്നായി മതി, അത്ര മാത്രമേ ഉള്ളൂ. ആ ബൂം ആം വേണമെന്നോ അല്ലെങ്കിൽ ട്രൈപോഡ് വേണമെന്നോ അങ്ങനെ പ്രത്യേകിച്ച് നിർബന്ധങ്ങളൊന്നും എനിക്കില്ല. സോ അതാണ് ഇതിൻ്റെ ഒരു ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഹലോ അപ്പോൾ ഓഡിയോ അറേ AM-C6 എന്ന് പറയുന്ന സ്റ്റുഡിയോ മൈക്കിൻ്റെ ഔട്ട്പുട്ട് നിങ്ങൾ കേട്ടു. അതിൻ്റെ നോയ്സ് ക്യാൻസലേഷനും ഔട്ട്പുട്ടൊക്കെ എങ്ങനെയുണ്ട് എന്നുള്ളത് നിങ്ങൾ ഓൾറെഡി കേട്ട് മനസ്സിലാക്കിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ അടുത്തതായിട്ട് നമ്മൾ സംസാരിക്കുന്നത് ബോയ XM6 എന്ന് പറയുന്ന ആ ഒരു വയർലെസ് മൈക്കിനെ കുറിച്ചാണ്. ഇതിൻ്റെ റിസീവർ ഓൾറെഡി ഞാൻ ക്യാമറയിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ട്രാൻസ്മിറ്റർ എൻ്റെ കയ്യിലുണ്ട്. സാധാരണ ഞാൻ ഇതിൻ്റെ ആ ഒരു ലെവലിയർ മൈക്ക് വരുന്നുണ്ട്, അത് വെച്ചിട്ട് കോളറിലൊക്കെ ക്ലിപ്പ് ഓൺ ചെയ്യാറാണ് പതിവ്. സോ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ
മാക്സിമം വേസ്റ്റ് ഔട്ട്പുട്ട് കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ചെയ്യുന്നത്. ഇതിൻ്റെ നല്ല ഔട്ട്പുട്ട്, നല്ല രീതിക്ക് സൈലൻ്റ് ആയിട്ടുള്ള ഒരു രീതിക്കൊക്കെ ഉള്ള ഒരു ഔട്ട്പുട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ മറ്റ് വീഡിയോസ് നോക്കിയാൽ മതി. അവസാനം ഒരു 6 മാസത്തിന് ശേഷമുള്ള എല്ലാ വീഡിയോസിലും ഞാൻ ഈ ഒരു മൈക്ക് യൂസ് ചെയ്തുകൊണ്ടാണ് ഓഡിയോസ് എല്ലാം റെക്കോർഡ് ചെയ്തിട്ടുള്ളത്. സോ അതാണ് ഇതിൻ്റെ കാര്യത്തിൽ. ഇനി ഇതിൻ്റെ ഒരു ബോക്സിൻ്റെ ഉള്ളിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ബോക്സിൻ്റെ ഉള്ളിൽ ഓഫ് കോഴ്സ് യെസ് ഒരു റിസീവറും അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു ട്രാൻസ്മിറ്ററും വരുന്നുണ്ട്. അതുകൂടാതെ ഇത് സ്മാർട്ട് ഫോണുമായിട്ടും ക്യാമറയായിട്ടൊക്കെ കണക്ട് ചെയ്യാനായിട്ട് TRS to TRS, അതുകൂടാതെ TRS to TRRS കേബിൾ വരുന്നുണ്ട്. C ടൈപ്പ് ചാർജിങ് കേബിൾ വരുന്നുണ്ട്. 2 ലെവലിയർ മൈക്ക് വരുന്നുണ്ട്. 2 വിൻഷീൽഡും കിട്ടുന്നുണ്ട്. ഒരു പൗച്ചും കിട്ടുന്നുണ്ട്. പൗച്ച് അത്ര കാര്യമൊന്നുമില്ല കേട്ടോ. കാരണം ആ ഒരു പൗച്ചിൻ്റെ ഉള്ളിൽ ഇട്ട് കഴിഞ്ഞാൽ ഇതിങ്ങനെ കൂട്ടി ഇടിച്ച് ഉരഞ്ഞ് ആകെ സ്ക്രാച്ച് ആവാനുള്ളൊരു ടെൻഡൻസി ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോഴും ഈ ഒരു ബോക്സ് കളയാതെ കൊണ്ട് നടക്കുന്നത്. കാരണം 6 മാസമായിട്ട് ഇപ്പോഴും വീഡിയോ എടുക്കുക, തിരിച്ച് ആ ഒരു ബോക്സിൽ എടുത്ത് വെക്കുക എന്ന് പറയുന്ന ആ ഒരു പരിപാടിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഓഡിയോയുടെ ഔട്ട്പുട്ട് എന്താണ് എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ ഈ ഒരു ഓഡിയോ ചെയ്യാൻ പോകുന്നത് ഡയറക്റ്റാണ്. ഇപ്പോൾ ഈ ഒരു വീഡിയോയുടെ കൂടെ തന്നെയാണ് ഈ ഒരു ഓഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ ആ ഒരു സ്റ്റുഡിയോ മൈക്കിൻ്റെ കൂടെ കണ്ട പോലെ ഓഡിയോ വേറെ വീഡിയോ വേറെ അങ്ങനെയല്ല ചെയ്യുന്നത്. ഡയറക്റ്റ് വീഡിയോയുടെ കൂടെ തന്നെ റെക്കോർഡ് ചെയ്യുന്നത്. സോ ഇതിൻ്റെ ഒരു ക്വാളിറ്റി എന്താണ് എന്നുള്ളത് നിങ്ങൾക്കൊരു ക്ലിയർ പിക്ചർ കിട്ടിയിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ ഒരു പ്രൈസ് വരുന്നത് 9,500 രൂപ ആ ഒരു റേഞ്ചിലാണ്. 10,000 രൂപയ്ക്ക് താഴെയാണ് വരുന്നത്. ഒരു വയർലെസ് മൈക്രോഫോൺ, അതും 10,000 രൂപയ്ക്ക് താഴെ നോക്കുന്നുണ്ടെങ്കിൽ ഇത് നോക്കാവുന്നതാണ്. ഇനി ഇൻ്റർവ്യൂ കാര്യങ്ങളൊക്കെ നോക്കാനുണ്ട്, 2 ട്രാൻസ്മിറ്റർ വേണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ തന്നെ ബോയ XM6 S2 എന്ന് പറയുന്ന ഒരു മോഡൽ കൂടെ വരുന്നുണ്ട്. അതിൽ ഈ ഒരു ട്രാൻസ്മിറ്റർ 2 ഉണ്ടാവും. സോ നമ്മളൊരു ഇൻ്റർവ്യൂ ഒക്കെ ചെയ്യുമ്പോൾ ഒരു ക്യാമറയിൽ 2 പേർക്ക് സംസാരിക്കാനൊക്കെ രീതിക്കുള്ള ആ ഒരു സെറ്റപ്പൊക്കെ ആ ഒരു XM6 S2 എന്ന് പറയുന്ന മോഡലിൽ വരുന്നുണ്ട്. ഇതിനേക്കാളും ഒരു 5,000 രൂപ കൂടുതലാണ് വരുന്നത്. കാരണം ഒരു ട്രാൻസ്മിറ്റർ എക്സ്ട്രാ വരുന്നുണ്ടല്ലോ. സോ ആ ഒരു പ്രൈസ് അവിടെ കൂടിയിട്ടാണ് നിൽക്കുന്നത്. സോ നിങ്ങൾ സീരിയസ് ആയിട്ടൊരു കോണ്ടന്റ് ക്രിയേഷൻ നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു വയർലെസ് മൈക്രോഫോണാണ് ഈ ബോയ XM6 എന്ന് പറയുന്ന ഈ ഒരു പ്രൊഡക്റ്റ്. ഇതിൻ്റെ S1 എടുത്താലും S2 എടുത്താലും റിസൾട്ട് ഒന്ന് തന്നെയായിരിക്കും. അതിൽ ഒരു ട്രാൻസ്മിറ്റർ എക്സ്ട്രാ ഉണ്ടാകുമെന്ന് മാത്രം. സോ കാര്യങ്ങളൊക്കെ ഒന്നും കൂടി വ്യക്തമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇത്ര മാത്രം. ഞാൻ ഈ ഒരു വീഡിയോയുടെ പേരിൽ നിങ്ങളോട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും പറയുന്നില്ല. കാരണം വളരെ കാഷ്വലായിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുത്തിരിക്കുന്നത്. കാരണം ആർക്കെങ്കിലുമൊക്കെ ഉപകാരമാകട്ടെ എന്ന് കരുതിയിട്ടുള്ള ഒരൊറ്റ ഉദ്ദേശം മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് അതേപോലെ തന്നെ ഓഡിയോ ആ ഒരു മോഡലിനെ കുറിച്ചും അറിയണമെന്നുണ്ടെങ്കിൽ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ മെസ്സേജ് അയക്കാം, അല്ലെങ്കിൽ ഈ ഒരു വീഡിയോയ്ക്ക് താഴെ കമൻ്റായിട്ടും ചോദിക്കാം. എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുന്നതാണ്. 2 പ്രൊഡക്റ്റിൻ്റെയും പർച്ചേസ് ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. സോ 2ഉം ധൈര്യമായിട്ട് വാങ്ങാമെന്നുള്ളത് തന്നെയാണ് കേട്ടോ. മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. ഇനി നിങ്ങൾ കുറച്ചും കൂടി പ്രീമിയർ പ്രോയിൽ അല്ലെങ്കിൽ മറ്റ് സോഫ്റ്റ്വെയറിലിട്ട് നിങ്ങളുടെ ഓഡിയോ ഒക്കെ ഒന്ന് മോഡിഫൈ ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ഒരു വാല്യുബിൾ പ്രൊഡക്റ്റ് തന്നെയായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇത്ര മാത്രം. വീണ്ടും കാണാം. ഗുഡ് ബൈ.